ഹായ്. ഈ യാത്ര മാവേലിക്കര ചൂരല്ലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ്. അവിടെയാണ് ഞങ്ങൾ ഒരു കൂട്ടം താറാവുകൾക്ക് തീറ്റയുമായിട്ട് പോകുന്നതാണ്. ഇത് ഞങ്ങളുടെ തൊഴിലാണ്. രാവിലെ ഇങ്ങനെ ഇറങ്ങും. അമ്പലപ്പുഴയുടെ തീരദേശ ഗ്രാമമായ വളഞ്ഞവഴിയിൽ നിന്നാണ് ഞങ്ങളിത് കളക്ട് ചെയ്യുന്നത്. ഇത് കളക്ട് ചെയ്ത് ഞങ്ങളിങ്ങനെ രണ്ടുപേര് കാണും വണ്ടിയെ. ഞങ്ങൾ രണ്ടുപേരും കൂടെ യാത്ര തിരിക്കും. പോകുന്ന വഴി പല സ്ഥലങ്ങളിലായിട്ട് താറാവുകാർ കാണും. അവർക്ക് കൊടുത്താണ് പോകുന്നത്. പക്ഷേ ഈ യാത്ര ഞങ്ങൾ പോകുന്നത് മാവേലിക്കരയിലെ ചൂരല്ലൂർ എന്ന് പറയുന്നൊരു ഗ്രാമത്തിലേക്കാണ്. നല്ല ഭംഗിയാണ് അവിടെ കാണാനൊക്കെ. ഇത് പോകുന്ന വഴിയുള്ള ഓരോ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് ഞാനത് പോയ വഴിയിൽ നിന്ന് ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. യാത്ര അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ ഒരു പറ്റം താറാവുകൾ, അവരാണ് ഞങ്ങളിത് കൂടുതൽ ഇത് വാങ്ങിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി ആണ് ഇതുമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാവേലിക്കര വഴി കയറി ഞങ്ങൾ കല്ലുമല ആ റൂട്ടിലാണ് പോണത്. അതുവഴി പോയി അവിടുന്ന് പിന്നെ ചൂരനാട് വഴി കയറി ചൂരല്ലൂരെത്തും. ചൂരല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം, അതാണ് എനിക്ക് കിട്ടാറില്ല. എന്നാലും ചൂരല്ലൂർ എന്നാണ് എൻ്റെ തോന്നൽ. ചൂരല്ലൂർ എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. ഈ കാണുന്നതാണ് ചൂരല്ലൂർ. നല്ല ഭംഗിയാണ് കാണാൻ. റബ്ബർ തോട്ടവും നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്ന ഒരു പാടമാണ്. അവിടെ ഇപ്പോൾ കൃഷി ഇല്ലാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. അവിടെ കുറേ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആ സ്ഥലത്തേക്കാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇതാണ് ആ സ്ഥലം. ഇവിടെ ഞങ്ങളെയും കാത്ത് കുറേ അതിഥികൾ കാത്തിരിപ്പുണ്ട്. നോക്കിക്കോ, ഈ കാണുന്ന താറാവ് കൂട്ടങ്ങൾക്കൊക്കെ ഞങ്ങളെ കൊണ്ട് കൊടുക്കുന്ന ഇതാണ് അവരുടെ ആഹാരം. അതിൻ്റെ കൂടെ അവർ മറ്റുള്ള ആഹാരങ്ങളും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതവർക്കൊരു പ്രോട്ടീൻ പോലെയാണ്. അതായത് അവർ പറയുന്നത്, താറാവിനെ വളർത്തുന്ന കർഷകർ പറയുന്നത്, ഇത് കഴിച്ചാൽ സാധാരണ കിട്ടുന്നതിൽ നിന്നും കൂടുതലായിട്ട് മുട്ട അവർക്ക് കിട്ടും എന്നാണ് അവർ പറയുന്നത്. അതാണ് ഞങ്ങളുടെ തൊഴിലുമാണത്. ഇത് കണ്ടോ, ഇതെടുക്കാനായിട്ട് അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. നമ്മൾ ചെല്ലുമ്പോൾ ഇതവർക്ക് കളക്ട് ചെയ്യാനായിട്ട് അവർ വെയിറ്റ് ചെയ്യും. ഞങ്ങൾ വണ്ടി പിടിച്ച് അതിന് ശേഷം നമ്മളത് ചാക്കുകളിലേക്ക് തട്ടിക്കൊടുക്കുകയാണ്. ഇത് വനാമി എന്ന് പറയുന്നത് ആന്ധ്രയിൽ നിന്ന് വരുന്ന വളർത്തു ചെമ്മീൻ്റെ തലയാണിത്. അത് ഒടിച്ചതിൻ്റെ തലയാണിത്. ഇത് വനാമി എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് നമ്മൾ താറാവിന് കൂടുതലായിട്ടും കൊടുക്കുന്നത്. ഇതാണ് അതുങ്ങൾക്ക് കഴിക്കാനും ഇഷ്ടം. ഇതാണ് ഇത് കഴിയുമ്പോഴാണ് അവർ പറയുന്നത്, ഒന്നാമത്തെ കാര്യം, താറാവിന് ഇത് കഴിച്ചു കഴിഞ്ഞാൽ അധികമായിട്ട് പുറത്തേക്കെങ്ങുള്ള പോക്കൊന്നും കാണത്തില്ല. എവിടെയെങ്കിലും അടങ്ങിയിരിക്കും. പിന്നെ അതുപോലെ തന്നെ മുട്ട കുറവ് വരില്ല. അത് കറക്റ്റായിട്ട് മുട്ട അവർക്ക് കിട്ടും എന്നാണ് അവർ പറയുന്നത്. ഇത് പൊടിയൻ എന്ന് പറയുന്ന ഒരാളുടെ താറാവാണ്. അവർക്കാണിത് കൊടുക്കുന്നത്. കണ്ടോ, ഇതിങ്ങനെ ഞങ്ങൾ ചാക്കുകളിലാക്കി ബോക്സിൽ കൊണ്ടുവന്ന് ചാക്കുകളിലാക്കി തട്ടിക്കൊടുത്തിട്ട് അവരത് വള്ളത്തിലാക്കിയിട്ട് 2 വള്ളത്തിലും 3 വള്ളത്തിലൊക്കെ ആക്കിയിട്ട് ഇത് കൊണ്ടുപോകും. ഇത് കാണുന്നിടത്ത് തട്ടിയിട്ട് കൊടുക്കില്ല കേട്ടോ. ഇത് കൊടുക്കാനായിട്ട് പ്രത്യേക ഒരു സ്ഥലമുണ്ട്. അവിടെ കൊണ്ടു ചെന്നിട്ടാണ് അവരിത് കൊടുക്കുന്നത്. ഇത് അവിടെ കൊണ്ടു ചെന്ന് താറാവിനെ എല്ലാത്തിനെയും അടിച്ച് കൂട്ടി അവിടെയാണ് അവർ ഇട്ട് കൊടുക്കുന്നത്. വേഗം തന്നെ അതുങ്ങളതെല്ലാം കഴിക്കും. അത് സ്ഥിരം ആണിത്. അത് ഞാൻ ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മൾ എത്തിച്ചു കൊടുക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. ഉള്ള എത്രയും സമയം നമ്മളെങ്ങനെ കളക്ട് ചെയ്യാമോ അത്രയും കളക്ട് അവർക്ക് കൊടുക്കും. കണ്ടോ, താറാവെല്ലാം വണ്ടി വന്നപ്പോൾ അതെനിക്കറിയാം. ഞങ്ങളുടെ വണ്ടിയുടെ ഹോണ് കേൾക്കുമ്പോൾ തന്നെ അവർ നമ്മുടെ അടുത്തേക്ക് ഇങ്ങ് വരും. എല്ലാവരും കൂടെ വരും. വന്ന് ഇങ്ങനെ മാറി നോക്കിയിരിക്കും. ഇത് കണ്ടോ, തൊട്ട് പറ്റവന്ന് നിൽക്കുന്നുണ്ടോ. ഇത് കഴിക്കാതെ ഇനി അത് മാറത്തില്ല. ഇതിനെ കൊണ്ട് ഈ വള്ളത്തെ കയറ്റി ഇവർ ഇതുമായിട്ട് പോയി അവിടെ കൊണ്ട് തട്ടി കൊടുത്തതിന് ശേഷമേ അതുങ്ങൾ എവിടെയെങ്കിലും മാറി ഇരിക്കത്തുള്ളൂ. ഇതിനു വേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അത് എല്ലാ ദിവസവും നമ്മൾ മുടങ്ങാതെ ഇത് കൊണ്ടെത്തിക്കും. ഇത് ഈ പറയുന്ന വനാമി എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടുന്നത്ര നമ്മൾ കളക്ട് ചെയ്ത് സാറിനെ കൊണ്ട് കൊടുക്കാറുണ്ട്. അവർക്കൊരു അളവുണ്ട്. അതായത് 1000 താറാവിന് ഇത്ര ബോക്സ് എന്നുള്ളൊരു അളവുണ്ട്. അപ്പോൾ അതേപോലെ നമ്മളോട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഷെഡുകളിൽ നിന്നും വളഞ്ഞ വഴി, തോട്ടപ്പള്ളി, അങ്ങനെ തൊട്ട് കണക്ക് കൂട്ടിയാൽ നമ്മൾ കൊച്ചി വരെ പോയി ചിലപ്പോഴൊക്കെ സാധനം എടുക്കാറുണ്ട്. കൊച്ചിയിൽ നിന്ന് വരെ എടുത്ത് നമ്മൾ കൊണ്ട് ചെന്ന് താറാവുകാർക്ക് വലിയ എമൗണ്ടല്ല, എന്നാലും ഒരു ചെറിയ എമൗണ്ട് വെച്ച് കൊടുക്കും. ഇതാണ് നമ്മുടെ തൊഴിൽ. വണ്ടി ഓടി ഒറ്റയ്ക്കാണേലും കൂടെ ഒരാളുണ്ടെങ്കിലും നമ്മളിതുകൊണ്ട് കൊടുക്കാറുണ്ട്. അത് ഒരു എമൗണ്ട് അവർ തരും. അതെല്ലാം കൂടെ വണ്ടി ചിലവും പോയി എല്ലാവർക്കും പോലെ ഒരു തൊഴിൽ പോലെ നമ്മളിത് കൊണ്ടു കൊടുക്കണം. ഇത് ചെയ്തും കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഇത് ഒരു തൊഴിലാണ്. അവർ തന്നെ ആയാലും ഇതിനു വേണ്ടി രാവിലെ വീടും ഇതൊക്കെ വിട്ട് ആഴ്ചകളോളം മാസങ്ങളോളം താറാവിൻ്റെ അവർ കിടക്കുന്ന പോലും ഇതേപോലെയുള്ള കണ്ടങ്ങളിൽ തന്നെയാണ് അവർ കിടക്കുന്നത്. കണ്ടത്തിൻ്റെ സൈഡിലൊരു കൂടടിച്ച് താറാവുകാർ അതുങ്ങളെ നോക്കി